ആത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് പരിശുദ്ധാത്മാവേ, ഇന്നത്തെ ഈ ശുശ്രൂഷ സമയത്ത് അത്ഭുതകരമായ ദൈവീക ഇടപെടൽ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കണമേ എന്ന് ആഗ്രഹിക്കുക. പരിശുദ്ധാത്മാവിനോടാണ് പ്രാർത്ഥിക്കുന്നത്. പരിശുദ്ധാത്മാവ് നിത്യസഹായകനാണ്. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും വിശ്വസിക്കണം, പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നു. പരിശുദ്ധാത്മാവ് എന്നെ നയിക്കുന്നു. പരിശുദ്ധാത്മാവ് എന്നെ ആശ്വസിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് എനിക്ക് വേണ്ടി വാദിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിനെ നമുക്ക് സ്നേഹിക്കാം. പരിശുദ്ധാത്മാവിനെ നമുക്ക് ബഹുമാനിക്കാം. പരിശുദ്ധാത്മാവിനെ നമുക്ക് ആദരിക്കാം. പരിശുദ്ധാത്മാവിനോടൊരു ബന്ധം നമുക്ക് വളർത്തിയെടുക്കാം. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന പ്രശ്നങ്ങൾ, ഭാരങ്ങൾ എന്തു തന്നെയാണെങ്കിലും പരിശുദ്ധാത്മാവിനോട് പറയുക, പരിശുദ്ധാത്മാവേ, ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഈ ഒരു ക്രൈസിസ്, ഈ ഒരു പ്രശ്നം, ഈ ഒരു ഭാരം, പരിശുദ്ധാത്മാവേ അതിശക്തമായി ഇടപെടണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ അതിശക്തമായി ഇടപെടണമേ. നമ്മുടെ ഈ ശരീരത്തെ പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കുക. ഒന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ചേ. പിതാവായ ദൈവമേ, പുത്രനായ യേശുവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എൻ്റെ ശരീരത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇനി ആ രണ്ട് കരങ്ങൾ ഇങ്ങനെ തുറന്നു പിടിച്ചേ, യാചനാപൂർവ്വം തുറന്നു പിടിച്ചേ, കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചേ. പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തെ നമ്മൾ സമ്പൂർണമായി സമർപ്പിക്കുകയാണ്. ഒരുപക്ഷെ പല ആശുപത്രികളിൽ പല ഡോക്ടർമാരുടെ പുറകെ പല വ്യത്യസ്തമായ ട്രീറ്റ്മെൻറ്റുകൾക്ക് വേണ്ടി നടക്കുന്നവരുണ്ട്. ഒരുപക്ഷെ വല്ലാണ്ട് ക്ഷീണിച്ചവരുണ്ട്. ഇനി ആര് എന്നെ സഹായിക്കും, ഇനി ആര് എൻ്റെ ഈ ട്രീറ്റ്മെൻറ്റ് നടത്തും എന്നിങ്ങനെ വിഷമിക്കുന്നവരുണ്ട്. ഈ ശരീരത്തെ പരിശുദ്ധാത്മാവിന് കൊടുക്കുക. പരിശുദ്ധാത്മാവേ, നിത്യസഹായകനെ, എൻ്റെ ഈ ശരീരത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കണമേ. പരിശുദ്ധാത്മാവേ, എൻ്റെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലും ഇടപെടണമേ. പരിശുദ്ധാത്മാവേ, എൻ്റെ ശരീരത്തിൻ്റെ ഓരോ അനുഭവങ്ങളെയും വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവിനോട് പറയുക. പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും പരിശുദ്ധാത്മാവിന് സമർപ്പിക്കുക. 1 കൊറിന്തോസ് 6:19-20. നിന്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്ന് നീ തിരിച്ചറിയുന്നില്ലേ? യെസ്, എൻ്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. ഓരോ വ്യക്തിയും സ്വയം വിശ്വസിക്കുക. പരിശുദ്ധാത്മാവേ, നിത്യസഹായകനെ, എൻ്റെ ഈ ശരീരത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്ത് എൻ്റെ മേൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ. പരിശുദ്ധാത്മാവെ എൻ്റെ ശക്തിപ്പെടുത്തണമേ. ആഗ്രഹിക്കണം. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവെ എൻ്റെ ഈ ശരീരത്തിൽ അത്ഭുതകരമായി പ്രവർത്തിക്കണമേ. പരിശുദ്ധാത്മാവെ ഈ ശരീരത്തിലുള്ള രോഗപീഠകളെ നിർവീര്യമാക്കണമേ. പരിശുദ്ധാത്മാവെ എൻ്റെ ശരീരത്തിലുള്ള തഴക്ക ദോഷങ്ങളെ എടുത്തു കളയണമേ. പരിശുദ്ധാത്മാവെ ഞാൻ എൻ്റെ ശരീരത്തിൽ അനുഭവിക്കുന്ന എല്ലാ അസ്വസ്ഥതകളെയും ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് നിർവീര്യമാക്കണമേ. ഈ നീട്ടിപ്പിടിച്ച രണ്ട് കരങ്ങളും നമ്മുടെ ശിരസിൽ കമഴ്ത്തി വയ്ക്കുക. കീപ് യുവർ ബോത്ത് ഹാൻഡ്സ് ഓൺ യുവർ ഹെഡ്. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവെ, നിത്യസഹായകനെ, ആദിമ ചൈതന്യം പോലെ എൻ്റെ ഉള്ളിലും പരിശുദ്ധാത്മാവ് നിറയണം. ഒരു പുത്തൻ അഭിഷേകം എൻ്റെ മേലും വെളിപ്പെടണം. രണ്ട് കരങ്ങളും ശിരസിൽ കമഴ്ത്തി വെച്ച് ഒന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, നിത്യസഹായകനെ, നിത്യസഹായകനെ, എൻ്റെ ശരീരത്തിൻ്റെ നിയന്ത്രണം പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ ഏറ്റെടുക്കണമേ, ഏറ്റെടുക്കണമേ, ഏറ്റെടുക്കണമേ. ഭാരപ്പെട്ടിരിക്കുന്ന, അസ്വസ്ഥപ്പെട്ടിരിക്കുന്ന, രോഗപീഠകളാൽ വലയുന്ന എൻ്റെ ശരീരത്തെ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ ഏറ്റെടുക്കണമേ, ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 26-ാം തിരുവചനത്തിൽ
ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ടോ വചനം പഠിപ്പിക്കുന്നത്? പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. ഹോളി സ്പിരിറ്റ് ഈസ് അവർ ടീച്ചർ. പരിശുദ്ധാത്മാവ് നിന്നെ പഠിപ്പിക്കും. ദ ബെസ്റ്റ് ടീച്ചർ ഇൻ ദ വേൾഡ്, പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും പരിശുദ്ധാത്മാവിനെ വട്ടം പിടിച്ചാൽ എന്താ ഗുണം? പരിശുദ്ധാത്മാവ് ഓരോ കാര്യങ്ങളും നിന്നെ പഠിപ്പിക്കാൻ തുടങ്ങും. നമുക്ക് ഇഷ്ടം പോലെ ടീച്ചേഴ്സ് നമ്മുടെ ജീവിതത്തിലുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ചില ടീച്ചേഴ്സ് ഉണ്ട്, ചില ഇഷ്ടപ്പെടാത്ത ടീച്ചേഴ്സ് ഉണ്ട്. എന്തുകൊണ്ടാണ് ചില ടീച്ചേഴ്സിനെ ഇഷ്ടപ്പെടാത്തത്? ആ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന മെത്തഡോളജി ചിലപ്പോൾ ഇഷ്ടമല്ലായിരിക്കും, അവരുടെ സ്വഭാവ രീതികൾ ഇഷ്ടമല്ലായിരിക്കും, അവരുടെ ക്ലാസ് ഒരു ബോറൻ ക്ലാസ് ആയിരിക്കും. അങ്ങനെ തുടങ്ങി പലവിധ കാരണങ്ങളുണ്ടാവും. എന്നാൽ വിശുദ്ധ ഗ്രന്ഥം ഇതാ നമ്മുടെ മുമ്പിൽ വെച്ച് നീട്ടുന്ന ദ ബെസ്റ്റ് ടീച്ചർ, ഈ ഭൂമിയിൽ നിനക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ടീച്ചർ, അധ്യാപകൻ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിനെ വിളിക്കുന്നതനുസരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ശിഷ്യത്വത്തിൽ നമുക്ക് പങ്കുചേരാം. പരിശുദ്ധാത്മാവ് നിന്നെ നയിക്കും, ഗൈഡ് ചെയ്യും, കൃത്യമായിട്ട് ഗൈഡ് ചെയ്യും. പ്രത്യേകിച്ച് ഇവിടെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും കൺഫ്യൂസ്ഡ് സ്റ്റേജിലുണ്ടെങ്കിൽ, വളരെ ഭാരപ്പെട്ട് എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്നു, ചില കാര്യങ്ങൾ സെലക്ട് ചെയ്യാൻ ഭാരപ്പെടുന്നു, പ്രേ ടു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നതനുസരിച്ച് പരിശുദ്ധാത്മാവ് കൃത്യം വ്യക്തമായി നിന്റെ മുമ്പിൽ കാര്യങ്ങൾ തെളിയിച്ചു തരും, പഠിപ്പിക്കും. കൃത്യമായി നിന്നെ കാര്യങ്ങൾ വെച്ച് കൃത്യമായിട്ട് നിന്നെ കാര്യങ്ങൾ ക്രമീകരിച്ച് നിന്നെ നേർവഴിയിൽ നയിക്കും. പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിൽ എന്നും നിന്റെ കൂടെ നിൽക്കും. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ ഇവിടെ ധ്യാനിക്കാൻ വന്ന ഒരു ചെറുപ്പക്കാരൻ, അവൻ വളരെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. അവൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞ കാര്യം, അച്ഛാ ഞാൻ +2 കഴിഞ്ഞപ്പോൾ മുതൽ വിദേശത്ത് പോകാൻ വേണ്ടി ആഗ്രഹിക്കുവാണ്, അതങ്ങ് ശരിയാവുന്നില്ല. ഇതിനിടയിൽ ഞാൻ നാട്ടിലൊരു കോഴ്സ് പഠിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് പറഞ്ഞ് ബാംഗ്ലൂരിലൊരു ജോലി കാര്യങ്ങളുണ്ട്, അതിൻ്റെ ഒരു കോഴ്സ് പഠിച്ചു. മൊത്തം അച്ഛാ കലങ്ങിക്കിടക്കുവാണ്. ഇവൻ പറയുവാണ്, അച്ഛാ ഇപ്പോൾ ഒരു 3-4 വർഷമായി ഞാൻ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഒരു പിടുത്തം കിട്ടുന്നില്ല. ആരോടെങ്കിലും ഒരു ഒപ്പീനിയൻ ചോദിച്ചു കഴിഞ്ഞാൽ 100,000 ഒപ്പീനിയൻ ആ വ്യക്തി പറയും. അപ്പോൾ അത് കഴിയുമ്പോൾ അടുത്ത ആൾ പറയും, അച്ഛാ എൻ്റെ വീട്ടിലുള്ളത് എൻ്റെ അപ്പനൊരു അഭിപ്രായം പറയുന്നു, അമ്മ ഒരു അഭിപ്രായം പറയുന്നു, സഹോദരങ്ങളൊരു അഭിപ്രായം പറയുന്നു, എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചാൽ അവർ 100,000 അഭിപ്രായം പറയും. എന്തെല്ലാം അഭിപ്രായങ്ങളാണ്, ഞാൻ ആകെ പെട്ട് കിടക്കുകയാണ്. ഞാനിത് പറയുമ്പോൾ ഒരുപക്ഷെ ജീവിതത്തിൽ ഇതുപോലെ വളരെയധികം കൺഫ്യൂസ്ഡ് സ്റ്റേജിലൂടെ കടന്നു പോകുന്ന ചിലരിവിടെ ഇരിപ്പുണ്ടാവും. അവരങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ പറഞ്ഞു, എനിക്കിങ്ങനെ തോന്നുന്നു, 100,000 കാര്യങ്ങൾ കെട്ടുപിണഞ്ഞ് കിടക്കുവാണ്. അപ്പോൾ അവൻ എന്നോട് ചോദിച്ചു, അച്ഛാ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അച്ഛൻ്റെ അഭിപ്രായം എന്താ? ഞാൻ അവനോട് പറഞ്ഞു, എടാ നീ പരിശുദ്ധാത്മാവിനെ വട്ടം പിടിച്ചു. പരിശുദ്ധാത്മാവേ 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 എന്നിങ്ങനെ ചെറിയ ചെറിയ പദം. നീ വലിയ വലിയ എക്സസൈസ് ഒന്നും ചെയ്യണ്ട, നീ വലിയ വലിയ പ്രാർത്ഥനകളൊന്നും ചെയ്യണ്ട, കുഞ്ഞു പ്രാർത്ഥന, പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ. ഇതിങ്ങനെ പറയുന്നതനുസരിച്ച് നിനക്ക് പരിശുദ്ധാത്മാവിനോടൊരു സ്നേഹം ഉണ്ടാവും. പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. പരിശുദ്ധാത്മാവ് നിനക്ക് നല്ല കൺഫെഷൻ, കുമ്പസാരിക്കുന്നതിനുള്ള വഴി തുറക്കും. പരിശുദ്ധാത്മാവ് പിന്നീട് നിന്റെ ഓരോ കാര്യങ്ങളും ക്രമീകരിക്കാൻ തുടങ്ങും. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത്ഭുതമെന്ന് പറയുന്നു ആ ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൽ പിന്നീട് സംഭവിച്ചത്. നമ്മുടെ ചിന്തകൾക്കതീതമായ കാര്യം. പിന്നീട് ഒരിക്കൽ അവൻ ഇവിടെ കാണാൻ വന്നപ്പോൾ അവൻ പറഞ്ഞു, അച്ഛാ അന്ന് തുടങ്ങി എൻ്റെ ബന്ധം, വളരെ കൺഫ്യൂസ്ഡ് സ്റ്റേജിൽ ഇരുന്ന് അന്ന് തുടങ്ങിയ എൻ്റെ ബന്ധം പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതോടുകൂടി എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അത്ഭുതകരമായ ദൈവിക ഇടപെടലുകൾ സംഭവിച്ചു. വലതുകരം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, പരിശുദ്ധാത്മാവിനെ വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നത് ദ ബെസ്റ്റ് ടീച്ചർ, പരിശുദ്ധാത്മാവ് ദ ബെസ്റ്റ് ഗൈഡ്. ഓർക്കണം കേട്ടോ. പ്രത്യേകിച്ച് മാതാപിതാക്കളൊക്കെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. +2 കഴിഞ്ഞിട്ട് മക്കൾ എന്ത് ചെയ്യണം?
എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ച് നടക്കുന്നുണ്ട് ഒത്തിരി +2 സ്റ്റുഡൻസ്. എന്താ ചെയ്യേണ്ടെന്ന് അറിഞ്ഞുകൂടാ, ഇനി ഇതെന്താ ചെയ്യേണ്ടെന്ന്. നാട്ടുകാരോട് ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങിയാൽ, ട്രാവൽ ഏജൻസികളോട് ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങിയാൽ, കരിയർ ഗൈഡൻസിനോട് ചോദിക്കാൻ തുടങ്ങിയാൽ പല പല അനുഭവങ്ങൾ, പല പല അഭിപ്രായങ്ങൾ. ഒരാൾ പറയുന്നത് സ്വിറ്റ്സർലൻഡിൽ പോകാൻ, വേറൊരാൾ പറയുന്നത് ന്യൂസിലൻഡിൽ പോകാൻ. അപ്പോൾ ഇപ്പുറത്തുള്ള ഒരു ഏജൻസി പറഞ്ഞു അല്ല കാനഡയ്ക്ക് പൊക്കോളൂ. അപ്പോൾ ഇപ്പുറത്തുള്ള ഒരാൾ പറഞ്ഞ് UK ചെന്നിട്ട് കാര്യമില്ല, പാർട്ട് ടൈം ജോലി പോലും കിട്ടത്തില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരാൾ പറഞ്ഞു ഓസ്ട്രേലിയക്ക് പോക്കൂ. ഇങ്ങനെ കിടന്നിങ്ങനെ വട്ടം തെറ്റിക്കൊണ്ടിരിക്കുമ്പോൾ നീ പരിശുദ്ധാത്മാവിനെ വട്ടം പിടിച്ചാൽ എന്താ ഗുണം? പരിശുദ്ധാത്മാവ് നിന്നെ കൃത്യമായി ഗൈഡ് ചെയ്യും. വലതുകര ഉയർത്തി പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അഞ്ചാമത്തെ കാര്യം പാരക്ലീറ്റ്. പരിശുദ്ധാത്മാവ് പാരക്ലീറ്റ് നിന്നെ എംപവർ ചെയ്യും, ശക്തിപ്പെടുത്തും. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം തിരുവചനം. അപ്പസ്തോല പ്രവർത്തനം 1:8. പരിശുദ്ധാത്മാവ് നിന്നെ ശക്തിപ്പെടുത്തും. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. ഹല്ലേലൂയാ. വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ച് അറിയാവുന്ന ഫെമിലിയർ വേർഡ് ഓഫ് ഗോഡ് ആണ്, നമുക്കൊന്ന് ഏറ്റു പറയാം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ വിശുദ്ധ ഗ്രന്ഥം മുഴുവനുണ്ടല്ലോ ഇങ്ങനെ ഈ പാരക്ലീറ്റ്, പരിശുദ്ധാത്മാവെന്ന നിത്യസഹായകൻ നയിച്ച ജീവിത ചരിത്രമാണ് വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ. ഒരു കുഞ്ഞു സംഭവം ഒന്നെടുത്ത് വായിച്ചാൽ ഇത് മനസ്സിലാകും. അത് പത്രോസ് ശ്ലീഹായെ കുറിച്ചാണ്. അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം ഒന്ന് തുറന്നേ. ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 4. അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം അതിൻ്റെ 5 മുതലുള്ള വചനങ്ങളൊന്ന് വായിച്ച് നമ്മൾ പത്രോസ് എന്ന് പറയുന്ന ശിഷ്യന്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ഈ പാരക്ലീറ്റ് പ്രവർത്തിച്ചതെന്നുള്ള ഒരു കുഞ്ഞു കാര്യം നമ്മൾക്ക് ശ്രദ്ധിക്കാം. 5-ാം വചനം തൊട്ട് വായിക്കാം. പിറ്റേ ദിവസം അധികാരികളും ജനപ്രമാണികളും നിയമജ്ഞരും ജെറുസലേമിൽ സമ്മേളിച്ചു. പ്രധാന പുരോഹിതൻ അന്നാസും കയ്യാഫാസും യോഹന്നാനും അലക്സാണ്ടറും പ്രധാന പുരോഹിതന്റെ കുലത്തിൽപ്പെട്ട എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. വായിച്ചോ. അപ്പോസ്തലന്മാരെ അവർ തങ്ങളുടെ മധ്യത്തിൽ നിർത്തി ഇങ്ങനെ ചോദിച്ചു, എന്ത് അധികാരത്തിലാണ് അഥവാ ആരുടെ നാമത്തിലാണ് നിങ്ങൾ ഇത് പ്രവർത്തിച്ചത്? കണ്ടോ? അതായത് പത്രോസ് ശ്ലീഹാനെ എല്ലാവരും കൂടെ പിടിച്ച് നടുക്ക് നിർത്തി അറസ്റ്റ് ചെയ്തു. എന്നിട്ട് ഒരു ചോദ്യം ചോദിച്ചു. എടാ പത്രോസേ, നീ എന്തധികാരത്തിലാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യണത്? എടാ നീ വെറും ഒരു മുക്കുവനല്ലേ? നീ അങ്ങനെ അവിടെ ഇവിടെയൊക്കെ നടക്കണ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എടാ നീ ആര്? നീ ആരുടെ പേരിലാണ് നീ ഇങ്ങനെ ചെയ്യുന്നത്? അടുത്ത വചനം ഒന്ന് ശ്രദ്ധിച്ചേ. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പത്രോസ് അവരോട് പറഞ്ഞു, ഭരണാധികാരികളെ, ജനപ്രമാണികളെ, ഒരു രോഗിക്ക് ഞങ്ങൾ ചെയ്ത ഒരു സൽപ്രവൃത്തിയെ കുറിച്ചാണ് എന്ത് മാർഗങ്ങൾ ഉപയോഗിച്ച് ഞങ്ങൾ ആ മനുഷ്യനെ സുഖപ്പെടുത്തിയതിനെ കുറിച്ചാണ് ഞങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതെങ്കിൽ നിങ്ങളും ഇസ്രായേൽ ജനം മുഴുവനും ഇതറിഞ്ഞിരിക്കട്ടെ. കണ്ടോ? പത്രോസ് ശ്ലീഹായുടെ നിപ്പും സംസാരവും ശ്രദ്ധിച്ചോ. നമ്മുടെ പഴയ പത്രോസ് അല്ല. ഒരു പെണ്ണിൻകുട്ടിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഇവനറിയില്ല എന്ന് പറഞ്ഞ പത്രോസ് അല്ല ഇത്. ഈ പത്രോസ് എല്ലാ അധികാരികളുടെ മുമ്പിൽ നെഞ്ചി വിരിച്ചു നിന്നുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളെല്ലാവരും ഒരു കാര്യം അറിഞ്ഞിരിക്കണം. നിങ്ങൾ ഇത് അറിഞ്ഞിരിക്കണം. എന്താ കാര്യം എന്നറിയോ? വചനം പറഞ്ഞേ, അടുത്ത വചനം. നിങ്ങൾ കുരിശിൽ തറച്ച് കൊല്ലപ്പെടുകയും മരിച്ചവരിൽ നിന്ന് ദൈവം ഉയർപ്പിക്കുകയും ചെയ്ത നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് ഈ മനുഷ്യൻ സുഖം പ്രാപിച്ച് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അടുത്ത വചനം ശ്രദ്ധിച്ചോ. വീട് പണിക്കാരായി നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ആ കല്ലാണ് യേശു. മറ്റാരിലും രക്ഷയില്ല. കണ്ടോ? യേശുവിന്റെ പേര് പറയാൻ നാണം കെട്ട് ഒരവസരത്തിൽ തള്ളിപ്പറഞ്ഞ പത്രോസ് ഇപ്പോൾ മരണമെങ്കിൽ മരണം എന്തും ചെയ്യാൻ തയ്യാറാണ്.
ഇപ്പൊ നിന്ന് പത്രോസ് പറയാണ് യേശുവിൽ അല്ലാതെ രക്ഷയില്ല. അടുത്ത വചനം വായിച്ചേ. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയ. വലതുകര ഉയർത്തി ഒച്ചത്തിൽ വചനം പറഞ്ഞു. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയ. ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. പത്രോസിന്റെ ജീവിതത്തിൽ ഇപ്പോൾ പറഞ്ഞ പാരക്ലീറ്റ്, നിത്യസഹായകൻ എങ്ങനെയാ പ്രവർത്തിച്ചേ? ഒരു പ്രശ്നം ഉണ്ടായി, പത്രോസിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഉടനെ തന്നെ ഈ പരിശുദ്ധാത്മാവ് ഇട്ടിട്ട് പോയോ? ഇല്ല. പരിശുദ്ധാത്മാവിനെ വീഴാതെ അവിടെ പത്രോസിനെ വീഴാതെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് അവിടെ നിൽക്കുകയാണ്. വചനം അതുകൊണ്ടാണ് 8-ാം തിരുവചനം പറഞ്ഞത്. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവ് അവന്റെ സംസാരത്തിൽ ഇടപെട്ടു. പരിശുദ്ധാത്മാവിന്റെ കൈക്ക് പിടിച്ചിട്ടുണ്ടെന്ന്. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, നീ വിഷമിക്കണ്ടടാ, നിനക്ക് വേണ്ടി ഞാൻ വാദിക്കും. ആര് വാദിക്കും? പരിശുദ്ധാത്മാവ്. ഹോളി സ്പിരിറ്റ് ഈസ് അഡ്വക്കേറ്റ്. ഹോളി സ്പിരിറ്റ് ഈസ് അവർ ടീച്ചർ. ഹോളി സ്പിരിറ്റ് വിൽ ടീച്ച് യു. ഹോളി സ്പിരിറ്റ് ഈസ് അവർ കൺഫസർ. നമ്മളെ കൃത്യമായിട്ട് ഓരോ മേഖലകളിലും പരിശുദ്ധാത്മാവ് നയിക്കുമെന്ന്. ഇതിന്റെയൊക്കെ ഉത്തരം എന്നാന്നറിയോ? തൊട്ടടുത്ത വചനം ഒന്ന് വായിച്ചു നോക്കിയേ. 13-ാം വചനം വായിച്ചേ. പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയും അവർ വിദ്യാവിഹീനരായ സാധാരണ മനുഷ്യരാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അവർ അത്ഭുതപ്പെട്ടു. ആര്? ഈ അധികാരികൾ മൊത്തം പേരും തലേ കൈവച്ചു. ചേടാ, ഇവന്മാർക്ക് ഒരു എഡ്യൂക്കേഷൻ ഇല്ലെന്ന്, ഇവന്മാര് സ്കൂളിൽ പോയിട്ടില്ല, വിദ്യാവിഹീനർ, ഇവന്മാര് വെറും മുക്കുവന്മാര്, ഇവർക്ക് ഇത്ര ധൈര്യം എവിടുന്ന്? പാരക്ലീറ്റ്, നിത്യസഹായകൻ. പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ നീ ഒരു ക്രൈസിസിൽ, പ്രശ്നത്തിൽ പെടുമ്പോൾ മാറി നിന്നുകൊണ്ട് നോക്കി നിന്ന് ചിരിക്കുന്നതല്ല പരിശുദ്ധാത്മാവ്. മറിച്ച് നിന്റെ പ്രശ്നത്തിൽ പരിശുദ്ധാത്മാവ് നിന്റെ കൂടെ നിന്ന് നിന്നെ ബലപ്പെടുത്തി, നിന്റെ നാവിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിച്ച് നട്ടെല്ല് നിവർത്തി ജനമധ്യത്തിൽ നിന്നെ നിർത്താൻ പരിശുദ്ധാത്മാവിന് നിന്റെ കൂടെ നിൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ മനസ്സിലായോ? ഈ പാരക്ലീറ്റ്, പരിശുദ്ധാത്മാവ്, നിത്യസഹായകൻ എന്ന് പറഞ്ഞാൽ വെറുമൊരു വാക്കിൽ അവസാനിപ്പിക്കേണ്ടതല്ല. നിന്റെ അനുദിന ജീവിത വഴികളിൽ ഈ പരിശുദ്ധാത്മാവിനെ വട്ടം പിടിക്കണം. ഇവിടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിൻ്റെ പ്രിയരെ, നമ്മുടെ ജീവിത അവസ്ഥകളിൽ ഈ പരിശുദ്ധാത്മാവിനെ വട്ടം പിടിക്കണം. നിത്യസഹായകനാണ്. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ എന്ന് പ്രാർത്ഥിക്കുന്നതനുസരിച്ച് ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് അനുഭവിക്കാൻ പറ്റും. സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഓൺലൈനൊക്കെ പങ്കെടുക്കുന്നവർ, സാധിക്കുന്നവർ എഴുന്നേറ്റ് നിന്നേ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ, കണ്ണടച്ച് പ്രാർത്ഥിച്ചോ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് സഹായകനാണ്. കോൺസ്റ്റന്റ് ഹെൽപ്പർ, കമ്പാനിയൻ. നിന്റെ കൂടെ എന്നുമുള്ള പരിശുദ്ധാത്മാവ് നിത്യസഹായകനാണ്. പരിശുദ്ധാത്മാവ് ടീച്ചറാണ്. നിത്യം നിന്നെ പഠിപ്പിക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ആശ്വാസപ്രദനാണ്. നിന്റെ ഒരു പ്രതിസന്ധിയുടെ മുമ്പിൽ നിന്നെ ഇട്ടിട്ട് പോകുന്നതല്ല, മറിച്ച് നിനക്ക് ധൈര്യം നൽകുന്ന പരിശുദ്ധാത്മാവ്, നിന്നെ എംപവർ ചെയ്യുന്ന പരിശുദ്ധാത്മാവ്, നിന്നെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ്. യെസ്, 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ പേര് പറയണം. പരിശുദ്ധാത്മാവേ എന്ന് ആഗ്രഹിക്കണം. പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കണം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കുന്നതനുസരിച്ച് അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കപ്പെടും. പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കുന്നതനുസരിച്ച് നിന്റെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറും. പരിശുദ്ധാത്മാവേ എന്ന് പ്രാർത്ഥിക്കുന്നതനുസരിച്ച് നിനക്ക് വ്യക്തമായി അനുഭവിക്കാൻ പറ്റും ദൈവകൃപ. 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ചോ, സ്വരമുയർത്തി നാവ് തുറന്ന് പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് എല്ലാവരും സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. നാവ് തുറന്ന് പ്രാർത്ഥിച്ചേ, ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചേ, പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ 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 പരിശുദ്ധാത്മാവേ
പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. കൈയടിച്ചേ, കണ്ണുകളടച്ച് കൈയടിച്ചേ എല്ലാവരും. ഓ പരിശുദ്ധാത്മാവിന്റെ അത്ഭുത ശക്തി ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടട്ടെ. ആമേൻ. ദൈവശക്തി വെളിപ്പെടട്ടെ. എല്ലാവരുടെ മേലും കൃപ ഒഴുകപ്പെടട്ടെ. നിത്യസഹായകനായ പരിശുദ്ധാത്മാവ് യെസ് എൻ്റെ മേൽ പ്രവർത്തിക്കുന്നു. ഓ ഹോളി സ്പിരിറ്റ്, എംപവർ മീ, അനോയിന്റ് മീ, ഇൻഫിൽ മീ. എല്ലാവരും സ്നേഹിക്കുന്നു പരിശുദ്ധാത്മാവേ. ആമേൻ. ഞാൻ നിന്നെ മാനിക്കുന്നു പരിശുദ്ധാത്മാവേ. ഞാൻ നിന്നെ അനുസരിക്കും, ഞാൻ നിന്നെ അനുഗമിക്കും, ഞാൻ എന്നും ആരാധിക്കും പരിശുദ്ധാത്മാവേ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പരിശുദ്ധാത്മാവേ. ആമേൻ. ഞാൻ നിന്നെ മാനിക്കുന്നു പരിശുദ്ധാത്മാവേ. ഞാൻ നിന്നെ അനുസരിക്കും, ആമേൻ. ഞാൻ നിന്നെ അനുഗമിക്കും, യെസ്. ഞാൻ എന്നും ആരാധിക്കും രണ്ടു കരങ്ങളും ഉയർത്തി പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് ഓ കർത്താവിന്റെ ശക്തി, അത്ഭുത ശക്തി പരിശുദ്ധാത്മാവേ ഞങ്ങൾ ഓരോരുത്തരെ നയിക്കട്ടെ. എല്ലാ തടസ്സങ്ങളും മാറ്റണമേ. ഒരു പുത്തൻ അഭിഷേകം നിറയപ്പെടട്ടെ. ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ. ഓ ദൈവശക്തിയെ ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടണമേ. തടസ്സങ്ങൾ മാറണമേ, കെട്ടുകൾ അഴിയണമേ. ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ, ആമേൻ, ആമേൻ.